മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുകളിൽ മുഖ്യ സ്പോൺസറുടെ സഹസ്പോൺസർമാരെക്കുറിച്ചും അവ്യക്തത. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി സഹസ്പോൺസർമാരെ ഉൾപ്പെടുത്തിയും ഫണ്ട് ശേഖരണവും നടത്തിയിരുന്നുവെന്നാണ് കണ്ടെത്തേണ്ടത്. AFKയ്ക്ക് നൽകിയെന്ന് പറയുന്ന 126 കോടി രൂപയും മുഖ്യ സ്പോൺസറുടെ മാത്രം പണമല്ലെന്നാണ് വിവരം. അർജന്റീന ടീമിനെ കേരളത്തിലെത്തിച്ചുള്ള സൗഹൃദ മത്സരത്തിന്റെ മുഖ്യ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്ക് സഹസ്പോൺസർമാരുമായി അനുബന്ധ കരാറുകൾ ഉണ്ടായിരുന്നോ എന്നും വലിയ തുകകൾ വാങ്ങിയിരുന്നോ എന്നതിലും വ്യക്തതയില്ല. മറ്റ് കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്ന് സമാഹരിക്കാതെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി മാത്രം ചെലവഴിച്ച തുകയാണോ അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് കൈമാറിയത് എന്നും കണ്ടെത്തേണ്ടതുണ്ട്. AFAയുമായുള്ള കരാർ വ്യവസ്ഥകൾ പലതവണ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ലംഘിച്ചിരുന്നു. US-ൽ സാമ്പത്തിക കുറ്റകൃത്യ അന്വേഷണം നേരിടുന്ന ഏജൻസി വഴിയായിരുന്നു സ്പോൺസറുടെ പണമിടപാടുകൾ. എന്നാൽ പണം അയച്ചതിനും AFA കൈപ്പറ്റിയതിനും രേഖകളില്ല. കൂടുതൽ തട്ടിപ്പ് വിവരങ്ങൾ പുറത്തുവരുന്നതോടെ പണം സഹസ്പോൺസർഷിപ്പിന് കൈമാറിയ കമ്പനികളും ഗ്രൂപ്പുകളും പരാതികളുമായി രംഗത്ത് വന്നേക്കും. ജനം, കൊച്ചി.